ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അത്ഭുത വിജയം നേടി പഞ്ചാബ് കിങ്സ്. ഒരു സമയത്ത് തോൽവിയെ മുന്നിൽ കണ്ടെടുത്തു നിന്നുമാണ് പഞ്ചാബിന്റെ തിരിച്ചുവരവ്. വിജയത്തിന് കാരണക്കാരനായത് ശശാങ്ക് സിംഗ് എന്ന ആഭ്യന്തര ക്രിക്കറ്റ് താരവും. ഗുജറാത്ത് ഉയർത്തിയ 200 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് ഒരു ഘട്ടത്തിൽ 4-70 എന്ന നിലയിൽ തകർന്നു. ആറാമനായി ക്രീസിലെത്തിയ ശശാങ്ക് കളി തുടങ്ങി. ക്രീസ് വിട്ടിറങ്ങി നൂർ അഹമ്മദിനെ അതിർത്തി കടത്തി. പിന്നെ ഗുജറാത്തി ബൗളർമാർ ശശാങ്കിന്റെ അടികൊണ്ടു വലഞ്ഞു. 29 പന്തിൽ 6 4-ഉം 4 6-ഉം 61 റൺസുമായി ശശാങ്ക് പുറത്താകാതെ നിന്നു. ഒരു പന്ത് ബാക്കി നിൽക്കെ പഞ്ചാബിന് 3 വിക്കറ്റ് ജയം. ഡ്രസ്സിംഗ് റൂമിലിരുന്ന് കളി കണ്ട പഞ്ചാബ് ടീം ഉടമകൾ അന്നത്തെ IPL താരലേലം ഓർത്തിട്ടുണ്ടാവും. ശശാങ്ക് സിംഗിന്റെ പേര് വിളിച്ചപ്പോൾ പഞ്ചാബ് ആവേശത്തോടെ ലേലം വിളിച്ചു. എന്നാൽ മറ്റാരും താരത്തിനായി രംഗത്തെത്തിയില്ല. ഇതോടെ പഞ്ചാബ് ക്യാമ്പിൽ ചില അസ്വസ്ഥതകൾ ഉയർന്നു. ഉദ്ദേശിച്ചത് ഈ താരത്തെയല്ലെന്നായിരുന്നു ഉടമകൾക്കിടയിലെ വർത്തമാനം. ലേലം നടത്തിയ മല്ലിക സാഗർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ താരത്തെ വേണ്ടേ? എന്തെങ്കിലും തെറ്റുപറ്റിയോ? പക്ഷേ പഞ്ചാബ് അടിസ്ഥാന വിലയ്ക്ക് ലഭിച്ച ശശാങ്ക് സിംഗിനെ ഒഴിവാക്കിയില്ല. പിന്നാലെ ടീം ഉടമകൾ വിശദീകരണവുമായി വന്നു. 2 താരങ്ങളുടെ പേര് ഒരുപോലെ വന്നത് ആശയക്കുഴപ്പമുണ്ടാക്കി. എങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച താരം ശശാങ്ക് സിംഗ് തന്നെയാണ്. എന്തായാലും തെറ്റുപറ്റിയിട്ടില്ലെന്ന് താരം തെളിയിച്ചു. ഗുജറാത്തിനെതിരെ ശശാങ്ക് ഇല്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പഞ്ചാബികൾ മൂക്കും കുത്തി വീഴുമായിരുന്നു. സീസണിൽ ആദ്യമായി അഹമ്മദാബാദിൽ ഗുജറാത്ത് തോറ്റു. 4 മത്സരങ്ങളിൽ നിന്ന് 2 ജയവുമായി പഞ്ചാബ് പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്തുമെത്തി.